എന്തുവാ പോയി മസ്താങ്ങോ പച്ച അച്ചൈൻ സ്കൂളിൻ്റെ പുള്ളിയുടെ വണ്ടിയാണോ? ഒരു രക്ഷയില്ല എൻ്റെ മോനെ. എന്നെ നൈട്രജൻ ഇരിക്കുന്നു, നൈട്രജൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. കഴിഞ്ഞ ദിവസം ശിവരാത്രിയുടെ അവധിയായിരുന്നു, അപ്പോൾ അന്നിവിടെ പണിയില്ലായിരുന്നു. എന്തൊക്കെയോ ചെയ്തു. ഇത് മറ്റേ ഇതല്ലേ, എന്തോ ഇന്നലെ പറഞ്ഞായിരുന്നു. എന്തോ എന്തൊക്കെയാണോ എന്ത്. ഏത് എസിൻ്റെ വെച്ചോ? മിററൊക്കെ അഴിച്ച് മാറ്റി. അവിടുത്തെ ലൈറ്റ് ഉണ്ട്, അതിവിടെ മാറ്റി, ലൈറ്റ് മാറ്റി. ലൈറ്റ് അപ്പം എന്ത് ഫ്രണ്ടിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു വെറുതെ അല്ലേ? എത്ര 2, 4, 5, 6 ഉണ്ട്. ഇതോ സ്കൂട്ടറാണ് കിട്ടിയത്, കട്ടറിൻ്റെ ഇതിന് സൈഡ് ഇതിൻ്റെ ഇപ്പുറത്ത് ടെമ്പറേച്ചർ ഓണ് എയർ. ഇതിപ്പോൾ ഇത് സിറ്റി ഓണ് എന്ത് ഹൈ എന്ത് HL എന്ന് പറഞ്ഞ HLWAY എന്നൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. സിറ്റി ഓൺ, ടെമ്പറേച്ചർ ഓഫ്, എയർ അറിയില്ല. ഇത് ഇത് താഴോട്ട് ഇങ്ങനെ ഇതിപ്പോൾ ഇങ്ങനെ വെച്ചോ. ഓക്കെ, സൈഡിലോട്ട് ലെഫ്റ്റിലോട്ട് സൈഡിലോട്ട്. വൃത്തിയോടൊന്നും ഇല്ലല്ലേ? അറിയത്തില്ല. ഇതാണ് സാധനം, ഇങ്ങനെ ഇരിക്കും. അവിടെ പിന്നെ കുറച്ച് എന്തൊക്കെയോ അവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം അഴിച്ച്. ഇനി ഇതിനകത്ത് നമ്മൾ എന്തുവാ അഡീഷണൽ ക്യാമറ വെക്കുന്നില്ലേ, അത് എക്സ്ട്രാ അല്ലേ? എക്സ്ട്രാ ക്യാമറയും ഇവിടെ വരുന്നുണ്ട്. എക്സ്ട്രാ ക്യാമറ വരുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറയും വരുന്നുണ്ട്, റിവേഴ്സ് ക്യാമറയും വരുന്നുണ്ട്. പിന്നെ അവർ തന്നെ ആ ഡിസ്പ്ലേ അല്ലേ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഇരിക്കുന്ന ഓൾറെഡി ഇരിക്കുന്ന നമ്മുടെ സ്റ്റീരിയോ ഇവിടെ ആയിരുന്നു. ഓൾറെഡി ഇരിക്കുന്ന സ്റ്റീരിയോ ഇത് പഴയ സ്റ്റീരിയോ. അപ്പം ഇത് മാറ്റിയിട്ടാണ് ഇപ്പം നമ്മൾ പുതിയതായിട്ടാണ് ഇവിടെയൊക്കെ സ്പീക്കർ വെച്ചിരിക്കുന്നത്. ഈ സ്പീക്കർ ഇപ്പം ഓൾറെഡി കണക്ഷൻ ഇതിനകത്ത് പറ്റത്തില്ല. ഈ ഇരിക്കുന്ന സ്റ്റീരിയോയിൽ ഈ സ്പീക്കർ കണക്ഷൻ എടുക്കത്തില്ല. അപ്പം പുതിയ നമ്മൾ സ്റ്റീരിയോ വെക്കുക. അപ്പോൾ ആ സ്റ്റീരിയോക്കകത്ത് തന്നെയാണ് ക്യാമറയും കാര്യങ്ങളും എല്ലാം വരുന്നത്. അപ്പോൾ അതും ഇതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ കയറ്റുക. അപ്പം എടാ ഇത് മാത്രം ഇതിൻ്റെ AC മാത്രം എന്തുണ്ടായിരുന്നു വില? റേറ്റ് എത്ര അവർ പറഞ്ഞത്? ക്യാമറ അല്ല, AC മാത്രം കറക്റ്റ് 60 രൂപ. ഇത് മാത്രം AC ക്ക് മാത്രം 60,000 രൂപയാണ് സെറ്റ് ഇവിടെ ചെയ്തു തരുന്നത്. പിന്നെ ഇത് കൂടാതെ ഞങ്ങൾ ക്യാമറയും സെറ്റ് എക്സ്ട്രാ ഇതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ എക്സ്ട്രാ ചെയ്യിപ്പിക്കുക, ക്യാമറയും സെറ്റ് അതും കൂടെ. അപ്പോൾ അത് വരുന്നത് എക്സ്ട്രാ 11 സംതിങ് അല്ലേ, 11 ചില്ലറ അതും വരുന്നുണ്ട്, സംതിങ് വരുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടെ 71 രൂപയോളം ടോട്ടൽ ഞങ്ങൾക്ക് ഇവിടെ ഇവിടെ ചില ഇത്രയും കൂടെ ഈ AC പിന്നെ ഒരു സ്റ്റീരിയോ ക്യാമറ ഫ്രണ്ട് ബാക്ക് ഇത്രയും കൂടെ ഞങ്ങൾക്ക് 70,000 രൂപയ്ക്കാണ് ഞങ്ങളിപ്പോൾ ചെയ്യുന്നത്. AC മാത്രം വരുവാണെന്നുണ്ടെങ്കിൽ 60,000 രൂപയ്ക്ക്.
ഈ 60 2 4 5 6 വെന്റ്. ഇതിന്റെ 4 വെന്റിന്റെ ഉണ്ടെന്ന് പറഞ്ഞില്ലയോ? അതിന് റേറ്റ് വ്യത്യാസം വരുന്നുണ്ടോ? റേറ്റ് വ്യത്യാസം വരുന്നുണ്ടോ? ചോദിച്ചില്ലല്ലേ? 6 ഇവിടെ 6 വെന്റാ. ഇവിടെ ഈ വെന്റ് ഇതാണ് കാരണം. അല്ല 4 വെന്റിന്റെ ഉണ്ടല്ലോ പുള്ളി പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ അതിന് റേറ്റ് വ്യത്യാസം വരുന്നുണ്ടോ? പിന്നെ എന്താ ഇത് ഇതൊക്കെ അഴിച്ചു മാറ്റണം കേട്ടോ. ഇത് പനല്ല ഒത്തിരി ഇതായി പഴയതായി. അത് മാറ്റിയിട്ട് ഇതാ അതിന്റെ ഒറിജിനൽ കളർ കണ്ടോ? മറ്റേത് മങ്ങിപ്പോയതാ. ഒറിജിനൽ കളർ അതാ. കളറ് പുതിയ മേടിച്ചതാ. അങ്ങോട്ട് പോകുന്ന വഴി ഉത്സവമില്ലേ മറ്റേ ശിവന്റെ അമ്പലത്തില്? അവിടെ ഇഷ്ടം പോലെ അൽക്കുൾ സാധനങ്ങൾ കാണും ഇതിന്റെയൊക്കെ. അങ്ങോട്ട് കയറി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മേടിക്കാം. ഏതാ ഞാൻ മുക്കിയില്ല. പിന്നെ പക്ഷെ ഇതം കൊണ്ടുപോകാം കൈയോടെ കൊണ്ട് വീട്ടിൽ കൊണ്ട് ഉണ്ടായിരുന്നു. പൊടിയായി. ഇനിയിപ്പം ഇവർ ഇത്രയും സെറ്റ് ചെയ്ത് ഇനിയിപ്പോൾ ഇതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ ഇവർ എടുത്തിടുക. ഇനിയിപ്പം ഇവിടെ ആയിരിക്കും ഇതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് അല്ലേ? എയർ ഇത് ഫാൻ ഇത് കൂട്ടുന്നതും കുറയ്ക്കുന്നതും ഒക്കെ. എടാ ഇതിപ്പോൾ ഓണാക്കുമ്പോഴേ മറ്റേ സൗണ്ട് ഇങ്ങനത്ത് ഭയങ്കര മറ്റേ ഈ ഫാൻ്റെ സൗണ്ട് വല്ലതും വരുമോ കൂടുതലായിട്ട് ഇങ്ങനെ ഊന്നിങ്ങനെ? അതിൻ്റെ അങ്ങനെ ഫാൻ്റെ സൗണ്ടൊക്കെ വരുവാണെങ്കിൽ അലമ്പായിരിക്കും. ഈ എന്തായാലും കാറ്റിൻ്റെ അല്ല എയറിൻ്റെ അല്ലാതെ ഈ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, കംപ്രസർ വർക്ക് ചെയ്യുന്ന സൗണ്ട് ഉണ്ടല്ലോ. ആണോ? ഇവിടെ ഈ പുറകെ ഇതൊന്നും വലിയ സൗണ്ടും കാര്യങ്ങളൊന്നും വരത്തില്ലല്ലോ. അത് വരല്ല. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. നല്ല ഇട്ട് വെച്ചിരിക്കണോ? അപ്പോൾ വേണ്ടേ അവർ ഇത്രയും സാധനം സെറ്റ് ചെയ്ത് മോളിൽ അതിൻ്റെ ഇതും അവർ വെച്ചിട്ടുണ്ട്. അപ്പം ഏകദേശം ഇന്നുകൊണ്ട് അല്ലെങ്കിൽ നാളെ കൊണ്ട് പണി തീർത്ത് നാളെ ഇവിടുന്ന് വണ്ടി എടുത്ത് കഴിഞ്ഞ ദിവസം ശിവരാത്രിയുടെ അവധി ആയതുകൊണ്ട് ലീവായിരുന്നു. അല്ലെങ്കിൽ ഇന്ന് വണ്ടി പണി കംപ്ലീറ്റ് ചെയ്ത് ഇറക്കിക്കൊണ്ട് പോകുമായിരുന്നു. അപ്പോൾ കറക്റ്റ് നമുക്ക് ചോദിക്കാം നാളെ കൊണ്ടേ. ചിലപ്പോൾ നാളെ കൊണ്ട് തീരുമായിരിക്കും. കാരണം ഇത്രയും അവർ സെറ്റ് ചെയ്ത് ഇത്രയും വെച്ചില്ലേ അവരിതുവരെ അവർ വെച്ചു ഇത്രയും ക്ലിയർ ആക്കി. അപ്പോൾ ഇനി ചെറിയ എന്തെങ്കിലും പണിയാ ഉള്ളതായിരിക്കും തോന്നുന്നു. അപ്പോൾ നാളെ കൊണ്ട് വണ്ടി ഇറക്കിക്കൊണ്ട് പോകാം എന്ന് പ്രതീക്ഷിക്കാം. എടാ ഇവന്മാർ പെയിൻറ്റ് ചെയ്തപ്പോൾ ഇവന്മാർ ഇവിടെ ഒന്നും പെയിൻറ്റ് ചെയ്തില്ലടാ. അത് അഴിച്ചെന്നാൽ പക്ഷേ അതുകൂടെ അങ്ങ് ഫിനിഷ് ചെയ്ത് അങ്ങ് അടിക്കുമായിരുന്നു. അതിപ്പോൾ ഒരു വൃത്തികേട് പോലായി. ആണ് ഇവിടെയൊക്കെ അങ്ങ് അല്ലെ പിന്നെ ഇതൊക്കെ തുടയ്ക്കണം. ഇത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര വൃത്തികേട് പോലെ. അവന്മാർ അഴിച്ചില്ല. അത് ഇത് മറ്റേ കമ്പനി പെയിന്റ് തന്നെ അല്ലേ? ആ മറ്റേ കളറ്. ആ വണ്ടിയല്ലേ ഇത്? കഴിഞ്ഞ ദിവസം വന്ന വണ്ടിയല്ലേ ഇത്? ഇത് വേറെ വണ്ടിയാണോ? അത് ശരി. ഇന്നലെ വന്ന വണ്ടിയല്ലേ? അവർ നിങ്ങളെ എത്തിച്ചു. ഓ അങ്ങനെ. ഇതിന്റെ ബാക്കി അവിടെ വെച്ചിരിക്കുന്നില്ല, അകത്ത് വെച്ചിരിക്കുന്നത് ചെയ്യാനായിട്ടാ. കഴിഞ്ഞ ദിവസം വന്ന വണ്ടി ഇവർ എല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കി കൊടുത്തു. ഇത് ഇന്നലെ വന്ന വണ്ടി. ഇന്നലെ വന്ന വണ്ടിയിൽ ഇതിനകത്ത് ഓൾറെഡി കമ്പനി ഇതല്ലേ വരുന്നേ? അതേ ഉള്ളല്ലേ? ബാക്കിയെല്ലാം സെയിം നമ്മുടെ ചെയ്യുന്ന പോലെ ആയിരിക്കും എല്ലാം ചെയ്യുന്നതല്ലേ?
സൗണ്ട് എടുത്തിട്ടോ അതിനകത്ത് ഫാനിന്റെ ഇവിടെ വണ്ടിയുടെ കാറിന്റെ ഫാനിന്റെ സൗണ്ട് ഇല്ലേ ആ സെയിം സൗണ്ട് ഫാൻ വരുന്നതിന്റെ സൗണ്ടേ ഉള്ളൂ, കൂളിങ്ങിന്റെ സൗണ്ടേ ഉള്ളൂ. അല്ല മറ്റേ ഫാൻ വർക്ക് ചെയ്യുന്നതിന്റെ സൗണ്ട് ഒന്നും അകത്ത് വരത്തില്ല. ആ പ്രത്യേകം സെറ്റ് ചെയ്യും. ആൻഡ്രോയിഡ് സെറ്റ് നമുക്ക് ഈ സെറ്റ് കറക്കാൻ പറ്റും. നമ്മുടെ വണ്ടിയുടെ പിന്നെ റിവേഴ്സ് ക്യാമറ ഉണ്ടല്ലോ, റിവേഴ്സ് ഫ്രണ്ടും ഫ്രണ്ട് ക്യാമറ എപ്പോഴും വരും. ഫ്രണ്ടിൽ ബമ്പറിൽ എവിടെയെങ്കിലും വെക്കാം. അത് നമ്മൾ ചെറിയ ക്ലാമ്പ് വെച്ചിട്ട് അത് സെറ്റ് ചെയ്യും. അതല്ലേ കിരിക്കുന്നല്ലോ. നമുക്ക് ബാക്കില് ഓൾറെഡി ഒരു ഫോൺ ഉണ്ട്, അത് മാറ്റണം. ഇതുപോലെ ഇച്ചിരി സ്ട്രോങ് ആയിട്ടുള്ള സാധനം വെക്കാം. അവിടെ ഓൾറെഡി നേരത്തെ വെച്ചതായിരുന്നു, ഇരുന്നതായിരുന്നു. ഇച്ചിരി സ്ട്രോങ് ആയിട്ടുള്ള സാധനം വെച്ചിട്ട് ഇതിനകത്ത് കയറ്റി വെക്കാം. ഫ്രണ്ടിലും അതുപോലെ തന്നെ ഇതുപോലെ ചെറിയ അല്ല സാധാ ആൻഡ്രോയിഡ് സെറ്റ് നമ്മൾ റിവേഴ്സ് ഇടുമ്പോൾ അല്ല, പിന്നെ സ്വിച്ച് എക്സ്ട്രാ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഓട്ടത്തിലും റിവേഴ്സ് കാണാനായിട്ട് വെല്ലുവണ്ടിക്ക് കൊടുക്കുന്നത്. അത് ഇടയ്ക്ക് മനസ്സിലായി ഫ്രണ്ട് ബാക്കി കാണാം. രണ്ട് സീരിയൽ കാണാൻ പറ്റും. ഫ്രണ്ട് ബാക്കി കാണാൻ പറ്റും. അല്ലെങ്കിൽ റിവേഴ്സിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ, അല്ല കാണാൻ പറ്റുള്ളൂ. അത് ചെറിയ സ്വിച്ച് വെച്ചിട്ട് റിവേഴ്സ് ഇടുമ്പോഴും അല്ലാതെ നമുക്ക് സ്വിച്ച് മാറ്റിയിടുമ്പോഴും അകത്ത് ആ ലൈറ്റും ആ മിററും എവിടെ വരും? അതിന്റെ ഫ്രണ്ട്, അതിന്റെ തൊട്ട് താഴെ വരും. ക്യാമറ ഈ സൈഡ് ഇവിടെയായിട്ട് തരും, ഈ ഫ്രണ്ടിലായിട്ട് തന്നെ. നമുക്ക് ഇരുന്നോട്ട് തന്നെ കാണാത്ത രീതിയിൽ ഇങ്ങോട്ട് നമ്മുടെ ഫേസിലോട്ട് ഫേസ് ചെയ്ത് ഞാൻ പറയാം. അപ്പം ഇത് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഓഫ് ആവുമോ? മീൻസിച്ചാൽ നമ്മൾ വണ്ടി ഓടി ലൈറ്റ് ബാക്കി കുറയ്ക്കാൻ പറ്റുക സ്റ്റീരിയോടെ. പിന്നെ അതിനകത്ത് ഇതല്ല മറ്റേ ലെഫ്റ്റ് സൈഡിലായിരുന്നു കൂളല്ലായിരുന്നു, ഹീറ്റോ ഹോട്ടോ എന്തൊക്കെ ഉണ്ടല്ലോ ഈ ലെഫ്റ്റ് സൈഡിൽ. എന്തോ വീട്ടിലിരിക്കുക ഡോറിൻ്റെ മറ്റേ നോക്കിയാ എവിടെ നോക്കിയത് അപ്പോൾ നാളെ കൊണ്ട് ആ ഫാനും കാര്യങ്ങളെല്ലാം നാളെ വെക്കും അല്ലേ? അത് കാത്തിടണോ? മഴ വല്ലതും പെയ്താലോ? അതിൻ്റെ ഫാന്
നമ്മുടെ സാധനം. ആ നമുക്ക് ഒരെണ്ണമല്ലേ ഉള്ളൂ. കംപ്രസറാ ഇന്നലെ ഇത് അവധിയായിരുന്നല്ലേ കട? ഇത് അതിനകത്ത് നിൽക്കുന്നതാണ്, വേറെ വണ്ടിക്കുള്ളതാണ്. അതിൻ്റെ എല്ലാം കണ്ടു അത്രേ ഉള്ളൂ, എല്ലാം ഇതായി ക്ലിയറായി. ഇനി ഇത് മാത്രം ഈ ഫാൻ ഇനി വെച്ചാൽ അറിയില്ലേ, അതിൻ്റെ കംപ്രസർ ഉണ്ടല്ലേ അകത്ത് ഇനി ഒന്നും ചെയ്യാനില്ല, അകത്ത് അത്രേ ഉള്ളൂ, ക്യാബിൻ്റെ അകത്ത്. ആ ഹൈറ്റ് കൂടുതലാണോ? പൊടി കൂടുതൽ.
നമ്മുടെ എഞ്ചിൻ്റെ ഫ്രണ്ടിൽ വരുമോ? അപ്പോൾ നാളെ ഒരു സമയത്ത് ഷോറൂമിൽ എന്തെങ്കിലും ആവശ്യത്തിന് അവർക്ക് എന്തെങ്കിലും ഫ്രണ്ടൊക്കെ അഴിക്കേണ്ട വന്നു കഴിഞ്ഞാൽ ഇത് ഊരിയെടുക്കാവുന്നതാണോ? ഊരി മാറ്റാവുന്നതാണോ? ആണല്ലേ? പീസ് എന്തുവാ പോയി? മസ്താങ്ങോ? പച്ച? ആ, കാണാൻ പറ്റിയില്ലല്ലോ. മേളിലുണ്ടോ? ഇവിടെ ഉള്ളതാണോ? അച്ചൈൻ സ്കൂളിൻ്റെ പുള്ളിയുടെ വണ്ടിയാണോ? വീടാണോ വീട്? ആഹാ. ആ ഉണ്ട്. ഇന്നലെ മിനിഞ്ഞാന്ന് ഞങ്ങൾ വന്നപ്പം ഒരു യെല്ലോ ഒരു BM അതിനകത്ത് പോയി. ആ, പുള്ളിയുടെ മസ്താങ്ങല്ലേ? ആ, ഇവിടാണ് വീട്? ഈ റോഡ് അങ്ങോട്ട് കയറി നടത്താൻ വീട്? റോഡ് സൈഡിൽ തന്നെയാണോ? ആ ആ. ഇത് ആ ഫാൻ ഇന്ന് വെക്കുമോ? അതിനകത്ത് ഇന്ന് വെക്കത്തില്ലായിരിക്കും. ഇനിയിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. നാളെ ഉള്ളൂ. അത് പെയിന്റ് ചെയ്യണം അല്ലേ? പെയിന്റ് ചെയ്തിട്ട് നാളെ അത് ഇനി നമുക്ക് എന്തൊക്കെയാ ഇത് ചെയ്യാം? ഇത് ഫാൻ കയറ്റണം, കണ്ടൻസറും ഫാനും കയറ്റണം. കംപ്രസർ സെറ്റ് ചെയ്യണം. പിന്നെ അതിന് പൈപ്പ് ലൈൻ ഒക്കെ ഇടാൻ ഗ്യാസിടെ. പൈപ്പ് ലൈനും കാര്യങ്ങളും പിന്നെ വയറിങ്ങും പൈപ്പ് ലൈൻ അത്രേ ഉള്ളൂ അല്ലേ? ബാക്കി ഇനി വേറെ ഒന്നുമില്ല. ബാക്കിയെല്ലാം ചെയ്തിട്ടിരിക്കുക. കണ്ടൻസർ ഫിറ്റ് ചെയ്യണം ഉള്ളൂ. പിന്നെ കൂളിംഗ് കോയിലൊക്കെ ഫിറ്റ് ചെയ്തു. ഇനി അതൊരു ലൈൻ കൊടുത്താൽ മതി, കണക്ഷൻ കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഇതൊക്കെ നാളത്തേക്ക് ഉണ്ടാക്കത്തുള്ളൂ അല്ലേ? ആ പോയ മസ്താങ് ആരാന്നറിയോ? അച്ചൈൻസ് ഗോൾഡ്. അവൻ്റെ അതോ അങ്ങോട്ട് അവിടെ വീട്, അങ്ങോട്ട് കയറി ചെല്ലുന്നേട്ടാ വീട്. നമ്മൾ വണ്ടി എടുത്ത് പോകുന്ന നേരത്തെ അങ്ങോട്ട് നൈസായിട്ട് അവിടെ വരെ പോയാലോ? ചുമ്മാ ഒന്ന് പോയി നോക്കിട്ട് വരാം. ചുമ്മാ ഈ കയറ്റം കയറി ഇറങ്ങാനടുത്താണോ പറഞ്ഞേ? അത് നോക്കാം. അവിടെ ഏത് വണ്ടി കിടക്കുന്നത് നോക്കാം. വീട് കാണല്ലോ, വണ്ടി നോക്കാം. ഏത് വണ്ടിയാണ് കിടക്കുന്നത് അറിയാൻ വേണ്ടിയാ. ഏതൊക്കെ വണ്ടി ഉണ്ടത്? നമ്മൾ മിനിഞ്ഞാന്നല്ലേ കണ്ടോ ഒരു BM-നകത്ത് പുള്ളി പോകുന്നത്? മഞ്ഞ 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 ബൾബുകൾ. അവിടെ പണിഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു മസ്താങ് പോയി. അപ്പോൾ മസ്താങ് കണ്ടിട്ട് ഞങ്ങൾ പുറകിന് പിടിച്ചൊന്ന് വന്ന് നോക്കിയപ്പോൾ നമ്മുടെ അച്ചൈൻസ് ഗോൾഡിൽ അച്ചായൻ്റെ വണ്ടി. വേണ്ട പോവാം. അത് പോവാൻ ഫില്ല് ചെയ്യണോ? അന്ന് സ്മോക്കിൻ്റെ ആണോ? ഇത് എക്സ്ട്രാ ഇതുള്ളതാണോ? എക്സ്ട്രാ ചെയ്തതാണോ ഇത്? എവിടെ? നമ്മുടെ നാട്ടിൽ തന്നെ ഏൽപ്പിച്ചാണോ? അതോ ഇല്ല, അറിയില്ല. എവിടെ ഉള്ളത്? അടുത്തുള്ളത് അല്ലേ? DJ ലൈറ്റാ? DJ ലൈറ്റ് അവിടുത്തെ സ്പീക്കർ DJ ലൈറ്റ് പോലെ ഈ ലൈറ്റ് കണ്ടോ? പൊട്ടിയോ?
ഇൻറ്റീരിയറാണ് വണ്ടി അകം. വണ്ടികളെല്ലാം വെളിയില്ല. ഈ ഷെഡ് 4 പറ്റുള്ളൂ. അതെ, ഇത് 4 അത് 1 5 പറ്റുള്ളൂ. മൊത്തം 7 വണ്ടിയുണ്ട്. NS നൈട്രജൻ ഇരിക്കുന്നത്, നൈട്രജൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അതുകൊണ്ട് അവിടെ ഒരെണ്ണം കിടക്കുന്നുണ്ടോ? ഇതെൻ്റെ മൊത്തലാടാ ഇത്. നാണ്ട് ഇപ്പിട്ട ഒരെണ്ണം കിടപ്പുണ്ട്. ഒരു രക്ഷയില്ല എൻ്റെ മോനെ. ലൈറ്റിങ് മാറിയായിരുന്നോ? അങ്ങനത്തെ ഡിസൈൻ വരണം. നമുക്ക് ഡിസൈൻ മാറ്റാൻ പറ്റും. ആ മറ്റേ ആ ടെയിലാമ്പ് ഇല്ലേ, ടെയിലാമ്പ് ഈ തന്നെ മാറ്റണം. ഡിസൈൻ മാറ്റി ഡിസൈൻ മാറി. തന്നെ മാറ്റാം. എടുത്തു മുമ്പിൽ. ആ എന്നതാടാ പോയെ? ഇത് ഗോൾഡ് എന്താ ഇത് ഗോൾഡൻ അച്ചായാലോ? എന്തോ ഗോൾഡൻ അച്ചായാലോ? എന്തോ അച്ചായൻസ് ഗോൾഡ്. പോടാ അവിടെ. അച്ചായൻസ് ഗോൾഡിൽ അച്ചായൻ്റെ വീടാ ഇത്. എന്തായാലും കൊള്ളാം. മാറങ്ങോട്ട്, ഞാൻ കുടിക്കാം.